ആകാശവാണി. നമസ്കാരം. ഇന്ത്യയുടെ പരമ്പരാഗത വൈദ്യശാസ്ത്രവും പ്രാധാന്യവും എന്ന വിഷയത്തിൽ ആകാശവാണി വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെ പരമ്പരാഗത വൈദ്യശാസ്ത്രം. രാജ്യത്തിന്റെ സാംസ്കാരിക വൈദ്യശാസ്ത്ര പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗം കൂടിയാണിവ. ആയിരക്കണക്കിന് വർഷങ്ങളായി വികസിപ്പിച്ചെടുത്ത പരമ്പരാഗത വൈദ്യശാസ്ത്രം സമഗ്രമായ രോഗശാന്തി എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇവ പലപ്പോഴും ജീവിതശൈലിയുടെ ഭാഗവും ദീർഘകാല സുസ്ഥിതിക്ക് അടിസ്ഥാനവുമാകുന്നു. പ്രകൃതിയുമായുള്ള സന്തുലിതാവസ്ഥ, രോഗപ്രതിരോധം, ശാരീരിക മാനസിക ക്ഷേമം എന്നിവ നിലനിർത്തുന്നതിന് പ്രകൃതിദത്ത പരിഹാരങ്ങൾക്ക് ഈ സംവിധാനങ്ങൾ ഊന്നൽ നൽകുന്നു. വേദങ്ങൾ, ചരക സംഹിത, സുശ്രുത സംഹിത തുടങ്ങിയ പുരാതന ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന്റെ വേരുകൾ കണ്ടെത്തിയത് എന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. മനുഷ്യ ശരീരഘടന, രോഗങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ആരോഗ്യകരമായ ജീവിതം എന്നിവയെക്കുറിച്ചുള്ള വിശദമായ അറിവ് ഈ ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്നു എന്നും പാരമ്പര്യ ചികിത്സാ വിദഗ്ധർ അവകാശപ്പെടുന്നു. രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതശൈലിയിലൂടെയും ഭക്ഷണക്രമങ്ങളിലൂടെയും ദീർഘകാല ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനിടയിൽ രോഗത്തിന്റെ മൂലകാരണം തിരിച്ചറിയാനും നീക്കം ചെയ്യാനും പരമ്പരാഗത വൈദ്യശാസ്ത്രം ലക്ഷ്യമിടുന്നു. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി നടപ്പിലാക്കുന്ന പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായമാണ് ആയുർവേദം. പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളുടെ പ്രാധാന്യം ലോകത്ത് വർദ്ധിച്ചു വരികയാണ്. ഈ അവസരത്തിൽ ആയുർവേദം ഉൾപ്പെടെയുള്ള പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. വൈദ്യ പഠന രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കാവുന്ന നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ആയുർവേദ പാരമ്പര്യം ലോകത്തിന് തന്നെ മുതൽക്കൂട്ടാണെന്നും പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന രണ്ടാമത് ആഗോള ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. साथियों, जब पारंपरिक चिकित्सा की बात होती है तो एक सवाल स्वाभाविक रूप से सामने आता है. ये सवाल सुरक्षा और प्रमाण से जुड़ा है. भारत आज इस दिशा में भी लगातार काम कर रहा है. यहाँ इस समिट में आप सभी ने अश्वगंधा का उदाहरण देखा है. सदियों से इसका उपयोग हमारी पारंपरिक चिकित्सा प्रणालियों में होता रहा. कोविड-19 के दौरान इसकी ग्लोबल डिमांड तेजी से बढ़ी और कई देशों में इसका उपयोग होने लगा. भारत अपनी रिसर्च और एविडेंस बेस्ड वैलिडेशन के माध्यम से अश्वगंधा को प्रामाणिक रूप से आगे बढ़ा रहा है. ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് പരമ്പരാഗത ജ്ഞാനത്തെ ആധുനിക ശാസ്ത്രവുമായി സംയോജിപ്പിക്കേണ്ടതുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. സിദ്ധചികിത്സ ജീവിക്കുന്ന പാരമ്പര്യമാണെന്നും ചെന്നൈയിൽ ദേശീയ സിദ്ധ ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. ആയുഷ് ചികിത്സാ രീതികൾ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ക്ഷേമത്തിന് സംഭാവന നൽകുന്നുണ്ടെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. அகத்திய மாமுனிதான் இந்த சித்த வைத்தியத்தினுடைய குரு, கடவுள் என்று சொல்லலாம். அவருடைய நினைவை போற்றி இன்றைக்கு மிக அற்புதமான விழாவாக இது அமைந்திருக்கிறது. What a tremendous work. It cannot be compared. I didn't expect that this much efforts has been taken and this much deep work has been completed. പരമ്പരാഗത ചികിത്സാ രീതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലും വലിയ പരിശ്രമങ്ങളാണ് നടത്തിവരുന്നത്. അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തെ തെളിവധിഷ്ഠിത ആയുർവേദത്തിന്റെ ആഗോള കേന്ദ്രമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു. 40ഓളം സ്ഥാപനങ്ങൾ ഗവേഷണവുമായി സഹകരിക്കാൻ ധാരണയായതും സംസ്ഥാനത്തെ എല്ലാ സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥാപനങ്ങളും അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രവുമായി സഹകരിക്കുന്നുണ്ടെന്നും അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രീ ലോഞ്ച് ദേശീയ ഗവേഷണ സംഗമം ഉദ്ഘാടനം ചെയ്യവേ ആരോഗ്യമന്ത്രി പറഞ്ഞു. ക്യാൻസർ ഗവേഷണ രംഗത്ത് മലബാർ ക്യാൻസർ സെന്ററുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ലോകശ്രദ്ധയുള്ള ആയുർവേദ രംഗത്ത് ഗവേഷണം അനിവാര്യമാണ്. കേരളം ആയുർവേദ വെൽനസ് ടൂറിസത്തിന്റെ കേന്ദ്രമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ശ്രീമതി വീണ ജോർജ് പറഞ്ഞു. നമുക്കറിയാം, കേരളം ആയുർവേദ രംഗത്ത് ലോക പ്രശസ്തമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഏത് മേഖലയാണെങ്കിലും, ഏത് മേഖലയെ സംബന്ധിച്ചാണെങ്കിലും അത് മുന്നോട്ട് പോകണമെങ്കിൽ ഗവേഷണം വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ആയുർവേദ രംഗത്തെ
മറ്റ് ആരോഗ്യ രംഗങ്ങൾ എന്നതുപോലെ തന്നെ അതിനേക്കാളും മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും നന്നായി ഇടപെടാൻ കഴിയുന്ന മേഖല, അതിലൊന്ന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മേഖലയിലൊന്ന് ആയുർവേദിക് റിസർച്ചാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ പ്രത്യേകമായിട്ട് പണം അനുവദിച്ചത്. ശരീരത്തിന്റെ വ്യത്യസ്ത പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന 3 ദോഷങ്ങളുടെ വാത, പിത്ത, കഫ സന്തുലനാവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആയുർവേദം. പച്ചമരുന്നുകൾ, പ്രകൃതിദത്ത ചികിത്സകൾ, യോഗ, ധ്യാനം, പഞ്ചകർമ്മ പോലുള്ള രീതികൾ ഇതിൽ ഉൾപ്പെടുന്നു. പ്രതിരോധം, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കൽ, ശരീരത്തിനുള്ളിൽ ഐക്യം നിലനിർത്തൽ എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ചെറിയ രോഗങ്ങൾക്ക് പോലും ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന പ്രവണത ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തിലൂടെ മരുന്നുകളോട് പൊരുതി നിൽക്കാൻ ശേഷിയുള്ള രോഗാണുക്കൾ അഥവാ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് രോഗാണുക്കൾ ഉണ്ടാകുകയും അവ പൊതുജന ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു. ചെറു രോഗങ്ങൾക്ക് നാട്ടുമരുന്നുകളും ആയുർവേദവും പലപ്പോഴും ഫലപ്രദമാണെന്നും ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് തടയാൻ പരമ്പരാഗത ചികിത്സാ രീതിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും ദേശീയ ആരോഗ്യ ദൗത്യം തിരുവനന്തപുരം വിളപ്പിൽശാല ആയുഷ് ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ ആകാശവാണിയോട് പറഞ്ഞു. ഇന്ന് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഒരു വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കാലമാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം ഏതാണ്ട് 7.5 ലക്ഷത്തിലധികം ആളുകളാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കാരണം കൊണ്ട് മാത്രം മരണപ്പെടുന്നത്. വളരെ അത്യന്താപേക്ഷിതമായ കണ്ടീഷനിൽ മാത്രം ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു തീരുമാനമാക്കിയെടുക്കുക. കഴിയുന്നതും ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം വരാതെ തക്കവണ്ണം നമ്മുടെ ശരീരത്തിനെ പ്രാപ്തമാക്കിയെടുക്കുക എന്നൊരു അത്യാവശ്യകത കൂടി നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. കാരണം കൃത്യമായ ദിനചര്യയിലൂടെയും കൃത്യമായ ഋതുചര്യയിലൂടെയും രാത്രിചര്യയിലൂടെയും അതേപോലെ സ്വസ്ഥവൃത്തം പാലിക്കുന്നതിലൂടെയും ഒക്കെ നമുക്ക് ഒരുപാട് രോഗങ്ങളെ അകറ്റി നിർത്താനാവും. ആയുർവേദം ആദ്യം തന്നെ പ്രതിപാദിക്കുന്നതും അത് തന്നെയാണ്. ഒരു ട്രീറ്റ്മെന്റ് ആസ്പെക്റ്റിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ആയുർവേദം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, കൃത്യമായ നമ്മുടെ ഡെയിലി റൊട്ടീൻസും നമ്മുടെ നൈറ്റ് റൊട്ടീൻസും അതേപോലെ തന്നെ നമ്മുടെ സീസണൽ റൊട്ടീൻസും റെജിമെൻസും ഒക്കെ കൃത്യമായ ആഹാരവിഹാരങ്ങളിലൂടെയും കറക്റ്റായ ഉറക്കത്തിലൂടെയും നമ്മുടെ സ്ക്രീനിൻ്റെ ഉപയോഗം മാക്സിമം കുറച്ചും അതുപോലെ തന്നെ വളരെ മോശമായ മാനസിക വികാരങ്ങളെയൊക്കെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു മനോവികാരത്തിൻ്റെ ഉടമയായിക്കൊണ്ട് നമുക്ക് ഒരുപാട് രോഗങ്ങളെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതിന് ആയുർവേദത്തിലൂടെയും യോഗയിലൂടെയും ഒക്കെ നമുക്ക് ജീവിക്കേണ്ടി വരും. ഇനി അല്ല, ഒരു പക്ഷേ എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കേണ്ടി വന്നാൽ ആ ഡോക്ടർ പറയുന്ന കൃത്യമായ ദിവസങ്ങളിൽ കൃത്യമായ ഡോസേജിൽ വേണം നാം ആന്റിബയോട്ടിക്സ് കഴിക്കാൻ. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ച വൈദ്യശാസ്ത്ര സമ്പ്രദായമാണ് യുനാനി. യുനാനി വൈദ്യശാസ്ത്രത്തിന്റെ ഉത്ഭവം പുരാതന ഗ്രീക്ക് വൈദ്യന്മാരുടെ സിദ്ധാന്തങ്ങളിൽ നിന്നാണ്. ഇത് പിന്നീട് അറബികൾ ചിട്ടയായ പരീക്ഷണത്തിലൂടെ വികസിപ്പിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ യുനാനി അധ്യാപനത്തിലും ഗവേഷണത്തിലും ഏർപ്പെട്ടിരിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഇന്ന് യുനാനി കേരളത്തിലെ ജനങ്ങൾക്കിടയിലും വളരെയധികം വിശ്വാസം നേടിയിട്ടുണ്ട്. ഔഷധ സസ്യങ്ങൾ, ധാതുക്കൾ, ലോഹങ്ങൾ എന്നിവയുടെ ഉപയോഗത്തിന് പേരുകേട്ടതാണ് സിദ്ധ സമ്പ്രദായം. ദീർഘായുസ്സിനും പുനരുജ്ജീവനത്തിനും പ്രാധാന്യം നൽകുന്നതാണ് സിദ്ധ ചികിത്സ. സിദ്ധ ചികിത്സാ രീതിയെയും പ്രാധാന്യത്തെയും കുറിച്ച് തിരുവനന്തപുരം പെരിങ്ങമല ആയുഷ് സിദ്ധ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഭിൽ മോഹൻ. ആരോഗ്യ സംരക്ഷണത്തിന് ലോകം ഇന്ന് പുതിയ വഴികൾ തേടുമ്പോൾ നമ്മുടെ പൈതൃകമായ സിദ്ധവൈദ്യത്തിന് വലിയ പ്രസക്തിയാണ് ഉള്ളത്. ഭക്ഷണമാണ് ഔഷധം, ഔഷധമാണ് ഭക്ഷണം എന്ന ഉദാത്തമായ ദർശനം ലോകത്തിന് നൽകിയ വൈദ്യശാസ്ത്ര ശാഖയാണ് സിദ്ധവൈദ്യം. അഗസ്ത്യമുനിയുടെ പൈതൃകമായി നമുക്ക് ലഭിച്ച ഈ ജ്ഞാനം കേവലം ഒരു ചികിത്സാ രീതിയല്ല, മറിച്ച് പ്രകൃതിയോടിണങ്ങി എങ്ങനെ ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ജീവിത പദ്ധതിയാണ്. ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ പരിഗണിക്കുന്ന സമഗ്രമായ ചികിത്സാ രീതിയാണ് സിദ്ധവൈദ്യം വിഭാവനം ചെയ്യുന്നത്. രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ നോക്കുന്നതിലാണ് ഈ ശാസ്ത്രം ഊന്നൽ നൽകുന്നത്.
ആധുനിക കാലത്തെ വലിയ വെല്ലുവിളികളായ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിലും പകർച്ചവ്യാധി നിയന്ത്രണത്തിലും സിദ്ധവൈദ്യം ഇന്ന് ആഗോളതലത്തിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. സിദ്ധവൈദ്യത്തിലെ ഏറ്റവും വിസ്മയകരമായ ഒന്നാണ് വർമ്മ ചികിത്സ. മരുന്നുകളില്ലാതെ ശരീരത്തിലെ മർമ്മസ്ഥാനങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നൽകുന്ന ഈ ചികിത്സ നട്ടലിലെ തേയ്മാനം, സ്പോണ്ടിലൈറ്റിസ് തുടങ്ങിയവയ്ക്കും പക്ഷാഘാതം ബാധിച്ചവർക്ക് ചലനശേഷി തിരികെ നൽകുന്നതിനും വലിയ ആശ്വാസമാണ് നൽകുന്നത്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കായി നടപ്പിലാക്കുന്ന പ്രാണ എന്ന പദ്ധതി, സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള മകളർ ജ്യോതി പദ്ധതി തുടങ്ങി നിരവധി പദ്ധതികൾ ഇന്ന് സിദ്ധവൈദ്യത്തിൻ്റെ ശാസ്ത്രീയതയെ വിളിച്ചോതിക്കൊണ്ട് സർക്കാർ സിദ്ധ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്നു. കൂടാതെ അർബുദ ചികിത്സാ രംഗത്തും ഇന്ന് സിദ്ധവൈദ്യത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും നാഷണൽ ഹെൽത്ത് മിഷന്റെയും കീഴിൽ ഇന്ന് എല്ലാ ജില്ലകളിലും സർക്കാർ സിദ്ധ ആശുപത്രികളോ ഡിസ്പെൻസറികളോ പ്രവർത്തിച്ചു വരുന്നു. ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന കേരളത്തിൽ ശക്തമായ സ്വാധീനമുള്ള ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. സുരക്ഷിതവും ലളിതവും ചെലവ് കുറഞ്ഞതുമായ ചികിത്സാ രീതി എന്ന നിലയിൽ ഇത് ജനപ്രിയമാണ്. ഹോമിയോപ്പതിയെയും ചികിത്സാ രീതികളെയും കുറിച്ച് ട്രിവാൻഡ്രം ഹോമിയോ മെഡിക്കൽസിലെ ഫിസിഷ്യൻ ഡോക്ടർ അപർണ സുധീന്ദ്രൻ. ഹോമിയോപ്പതി എന്നത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു സമഗ്ര ചികിത്സാ രീതിയാണ്. രോഗം മാത്രമല്ല, രോഗിയെ മുഴുവനായാണ് ഹോമിയോപ്പതി കാണുന്നത് എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സമാനത്തെ സമാനത്തോടെ ചികിത്സിക്കുക എന്ന സിദ്ധാന്തത്തിലാണ് ഹോമിയോപ്പതി അധിഷ്ഠിതമായിരിക്കുന്നത്. അതായത് ആരോഗ്യമുള്ള ഒരാളിൽ ചില ലക്ഷണങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മരുന്ന് അതേ ലക്ഷണങ്ങളുള്ള രോഗിയെ സുഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്നു. ഇത് ശരീരത്തിന്റെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിച്ച് രോഗമുക്തിയിലേക്ക് നയിക്കുന്നു. ഹോമിയോപ്പതിയുടെ മറ്റൊരു പ്രധാന ഗുണം ഇത് സുരക്ഷിതവും പാർശ്വഫലങ്ങളില്ലാത്തതുമായ ചികിത്സാ രീതിയാണെന്നുള്ളതാണ്. കുട്ടികൾക്കും ഗർഭിണികൾക്കും വയോധികർക്കും പോലും സുരക്ഷിതമായി ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിക്കാം. ഇന്ത്യയുടെ പരമ്പരാഗത ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ പ്രകൃതി ചികിത്സയും യോഗയും പ്രധാന പങ്ക് വഹിക്കുന്നു. ഭക്ഷണ നിയന്ത്രണം, ഉപവാസം, ജലചികിത്സ എന്നിവ ഉപയോഗിച്ച് പ്രകൃതി ചികിത്സ പ്രകൃതിദത്ത രോഗശാന്തിയെ പ്രോത്സാഹിപ്പിക്കുന്നു. ആസനങ്ങൾ, ശ്വസന വ്യായാമങ്ങൾ, ധ്യാനം എന്നിവയിലൂടെ യോഗ ശാരീരിക ശക്തി, മാനസിക വ്യക്തത, വൈകാരിക സ്ഥിരത എന്നിവ മെച്ചപ്പെടുത്തുന്നതായും ശാരീരികവും മാനസികവുമായ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്ന പുരാതന ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ ഒരു സമ്മാനമാണ് യോഗ എന്നും യോഗ പരിശീലകനായ സി രാജേന്ദ്രൻ. ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായ സമ്പത്ത്. ആരോഗ്യം ശരീരത്തിനും മനസ്സിനും വേണം. ആരോഗ്യം പരിപാലിക്കാൻ ഹഠയോഗയും പ്രാണായാമവും മിതമായ ധ്യാനത്തിനും സാധ്യമാണ്. രോഗം വരുമ്പോൾ യോഗ എന്നതല്ല, രോഗം വരാതിരിക്കാനും സ്വസ്ഥ ജീവിതം നയിക്കാനും യോഗ ഒരു ജീവിതചര്യയായിരിക്കണം. നമ്മുടെ ശരീരത്തിൽ ശുദ്ധരക്തം പ്രവഹിക്കുമ്പോൾ രോഗാണുവിന് വിഹരിക്കാൻ ഒരു സാധ്യതയും ഇല്ല. ആന്തരിക അവയവങ്ങൾക്കും ബാഹ്യ ശരീരത്തിനും കരുത്ത് പകരുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയതാണ് ഹഠയോഗം. ജീവിതശൈലി രോഗങ്ങളെ ഹഠയോഗയിലൂടെ ഉന്മൂലനം ചെയ്യാൻ കഴിയും. ഇന്ത്യയുടെ പരമ്പരാഗത വൈദ്യശാസ്ത്രം ആധുനിക ആരോഗ്യ സംരക്ഷണവുമായി സഹവർത്തിക്കുന്ന കാലഘട്ടമാണിത്. ഗവേഷണം, വിദ്യാഭ്യാസം, സമകാലിക വൈദ്യശാസ്ത്രവുമായി സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ആയുഷ് മന്ത്രാലയം വഴി സർക്കാർ ഈ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. പരമ്പരാഗത രീതികൾ ആരോഗ്യത്തോടുള്ള പ്രകൃതിദത്തവും പ്രതിരോധപരവുമായ സമീപനത്തിന് ആഗോളതലത്തിൽ പ്രത്യേകിച്ച് യോഗ, ആയുർവേദം എന്നിവയ്ക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പാരമ്പര്യ ചികിത്സകരെന്ന പേരിൽ അറിയപ്പെടുന്നവരിൽ ചിലരെങ്കിലും പാരമ്പര്യത്തിന്റെ അനുഭവമോ നൈപുണ്യമോ ഉള്ളവരല്ല. ഇത്തരക്കാർക്കെതിരെ ജാഗ്രതയും അനിവാര്യമാണ്. ഇന്ത്യയുടെ പരമ്പരാഗത വൈദ്യശാസ്ത്രവും പ്രാധാന്യവും എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി. അവതരണം ബിന്ദു.